ഇവിടെ കുറച്ച് സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെ വാട്ടർ സ്ലൈഡിംഗ് ചെയ്യുകയാണ്. അതേസമയം അച്ഛ ടൈമില് 100 പേര് ഒരുമിച്ച് വാട്ടർ സ്ലൈഡിംഗ് ചെയ്തെന്നുള്ള റെക്കോർഡ് മേടിക്കാനും അവർ തീരുമാനിച്ചു. പക്ഷെ അത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാവാത്ത 2 കുരുത്തം കെട്ട പിള്ളേരുടെ കൂടെ ലൈഫ് ഗാർഡിനെയും കൂടി വാട്ടർ സ്ലൈഡിലേക്ക് തള്ളിയിട്ടു. അങ്ങനെ ചറ എല്ലാരും കൂടി ഒരുമിച്ച് വാട്ടർ സ്ലൈഡിൽ പോവാൻ തുടങ്ങി. പക്ഷെ പോകുന്ന വഴിയിൽ ഒരു 10-15 പിള്ളേര് മിഡിൽ സ്റ്റക്ക് ആയി പോയി. അപ്പൊ അത്രയും വെയിറ്റ് താങ്ങാനാവാതെ സ്ലൈഡ് പെട്ടെന്ന് കുലുങ്ങാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കി ഉള്ളിലിരുന്ന കുട്ടികളെ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ കണ്ണ് ചിമ്മി തുറക്കുന്ന അടുത്ത സെക്കൻഡിലെ സ്ലൈഡ് പൊട്ടി ഉള്ളിലിരുന്ന ഒരുപാട് കുട്ടികൾ തറയിലേക്ക് വീണു. അത് കണ്ട് പുറത്തു നിന്ന കുട്ടികളെല്ലാം പേടിച്ച് നിലവിളിക്കുകയാണ്. അടുത്ത സെക്കൻഡിലെ അമ്യൂസ്മെന്റ് പാർക്ക് ടീം പെട്ടെന്ന് എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്തു. പെട്ടെന്ന് തന്നെ ഫയർ ഫൈറ്റേഴ്സും ആ സ്ഥലത്തേക്ക് എത്തി. പക്ഷെ അവർ വന്നപ്പോ കണ്ടത് സ്ലൈഡ് പൊട്ടി ഒരുപാട് ആൾക്കാർ വീണ് പോവാതിരിക്കാൻ വേണ്ടി അവിടെ തൂങ്ങി കിടക്കുന്നതായിരുന്നു. പക്ഷെ അവര് വരുമ്പോൾ തന്നെ 3 പേര് തറയിലേക്ക് വീണ് മരിച്ചു പോയിരുന്നു. ഉടനെ ഫയർ ഫൈറ്റേഴ്സ് ലാഡർ ട്രക്ക് സ്ലൈഡിനടുത്തേക്ക് നീക്കി തൂങ്ങി കിടക്കുന്ന ആൾക്കാരൊക്കെ രക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ ഉള്ളിലിരുന്ന കുട്ടികളെ പേടിച്ച് നിലവിളിക്കുകയായിരുന്നു. സംഭവം ഫ്രണ്ടിലിരിക്കുന്ന ആളെ മാറ്റി കഴിഞ്ഞാല് ബാക്കി പുറകിലിരിക്കുന്ന ആൾക്കാരെല്ലാരും കൂടി ഒരുമിച്ച് തറയിലേക്ക് വീഴും. അത് മനസ്സിലാക്കിയ ഫയർ ഫൈറ്റർ പതിയെ ഓരോ കുട്ടികളെയും വെച്ച് ഇറക്കുകയാണ്. അങ്ങനെ അവസാനം എല്ലാരെയും ഇറക്കിയെങ്കിലും ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് മാത്രം ബാഡ്ലി ഇഞ്ചോർഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫയർ ഫൈറ്റേഴ്സ് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെഡും സേഫ്റ്റി ബെൽറ്റുമായിട്ട് അവനെ അതിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് പണിപ്പെട്ട് അവരയാളെ ബെഡിലേക്ക് കിടത്തിയെങ്കിലും ഉള്ളിലെ ട്രാപ്പായി പോയ ലൈഫ് ഗാർഡിനെ രക്ഷിക്കാൻ അവർക്കായില്ല. പക്ഷെ തറയിലേക്ക് വീഴാൻ പോയ ലൈഫ് ഗാർഡ് പെട്ടെന്ന് അടുത്തുള്ള ഒരു കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്നു. ഉടനെ ഒരു ഫയർ ഫൈറ്റർ പെട്ടെന്ന് ലാഡർ അവരുടെ അടുത്തേക്ക് തിരിക്കാൻ പറഞ്ഞു. പക്ഷെ ഓൾറെഡി ലാഡറിലെ ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് വെയിറ്റ് താങ്ങാനാവാതെ ലാഡർ തിരിയുന്നേയില്ല. അങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നിന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫയർ ഫൈറ്റർ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തിട്ട് വേഗം ഒരു സ്ലൈഡിലേക്ക് കയറി. ഇത് കണ്ട് ചുറ്റിനും നിന്ന ആൾക്കാരെല്ലാരും സ്റ്റണ്ണായി പോയി. പക്ഷെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫയർ ഫൈറ്ററെ പേടിക്കാതെ പെട്ടെന്ന് ചാടി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് തൂങ്ങിക്കിടന്ന ലൈഫ് ഗാർഡിനെ വളരെ സിമ്പിൾ ആയിട്ട് പിടിച്ചു കയറ്റി. അപ്പൊ ഇത് കണ്ട് കൂടെ ജോലി ചെയ്യുന്ന ബാക്കി ഫയർ ഫൈറ്റേഴ്സ് തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് അവർ ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചു.